പ്രതിസന്ധികൾക്കു കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് കെ രമ. പിണറായിസം CPIM-നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരാളുടെ വാക്ക് അവസാന വാക്കായി കാണാൻ കഴിയുക എന്നും കെ രമ ചോദിക്കുന്നു. പിണറായിസം ഏറ്റവും ശക്തമായ ആ പാർട്ടിയെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്, ആ പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിണറായിയാണ് ആ പാർട്ടിയിലെ അവസാന വാക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു നേതാവിനെ മാത്രം അവസാന വാക്കായി കാണുകയും അയാൾ പറയുന്നതാണ് വേദവാക്യം എന്നതിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെ എത്താൻ സാധിക്കും? CPIM അധികാര പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നും രമയുടെ അതിരൂക്ഷ വിമർശനമുണ്ട്. അഭിപ്രായം പറയുന്നവരെ പുറന്തള്ളുകയോ കൊന്നൊടുക്കുകയോ ചെയ്യുമെന്നും കെ രമ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്. CPM എന്ന പാർട്ടി അതിൻ്റെ എല്ലാ നയങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അത് പൂർണ്ണമായി പ്രത്യയശാസ്ത്ര നിലപാടുകൾ പിന്തള്ളിക്കൊണ്ട് അധികാര പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അഭിപ്രായം പറയുന്നവരെ പുറന്തള്ളുകയാണ്, അഭിപ്രായം പറയുന്നവരെ കൊന്നൊടുക്കുകയാണ്. അതുകൊണ്ട് ഈ നിലപാട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പാർട്ടിയുടെ അവസാനത്തിലേക്കാണ് എത്തുന്നത് എന്ന് അന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തതാണ്. അന്ന് ഞങ്ങൾ എതിർത്ത ആളുകളൊക്കെ ഇന്ന് അത് അംഗീകരിച്ച് പുറത്തേക്ക് പോകുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്തെ വലിയ വിമർശനമാണ് നമ്മൾ ഈ കേട്ടത്. ആകാശ് തരത്തിൽ വിവരങ്ങളുമായി നമുക്കിപ്പോൾ ഉണ്ട്. ആകാശെ, ഈ കെ രമയുടെ വിമർശനം അത് വളരെ വലുതാണ്. പ്രത്യേകിച്ച് CPM ഒരു അധികാര പാർട്ടിയായി മാറുന്നു. രണ്ടാമത്തേത് പിണറായി വിജയനാണ് പാർട്ടിക്കുണ്ടായ പ്രതിസന്ധികൾക്കൊക്കെയും കാരണം. ഇത് ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായും സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് കാലത്തെ വലിയൊരു വിമർശനമാണ് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും നേരെ ഇപ്പോൾ കെ രമ തൊടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് പിണറായിസമാണ് ഇപ്പോൾ പാർട്ടിയെ കീഴ്പ്പെടുത്തുന്നത്. പിണറായിയുടെ വാക്കുകളാണ് പാർട്ടിയുടെ വാക്കുകളായി മാറുന്നത്. എന്നാൽ പാർട്ടി എന്ന് പറയുന്നത് ഒരു വലിയ ഒരു കൂട്ടം ആളുകളുള്ളതാണ്. എന്നാൽ അതെല്ലാം മാറി ഇത് പിണറായിലേക്ക് ഒതുങ്ങുന്നു എന്നുള്ള വലിയ രീതിയിലുള്ള വിമർശനമാണ് കെ രമ മുന്നോട്ട് വെക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി നമുക്കറിയാം 2008 RMP പാർട്ടി രൂപീകരിക്കുന്നത്. ആ സമയത്ത് തന്നെ ഇവർ ഉന്നയിച്ച കാര്യങ്ങളായിരുന്നു ഈ തരത്തിലുള്ളത്. നേതാക്കന്മാരും കൂടാതെ തന്നെ അധികാരമോഹവും പാർട്ടിക്കുണ്ടാകുന്നു, അതിനാൽ തന്നെയാണ് RMP പാർട്ടി രൂപീകരിക്കുന്നത് എന്നീ കാര്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചായിരുന്നു അവർ RMP പാർട്ടി ആവുന്നത് TP ചന്ദ്രശേഖരൻ്റെ കാലത്ത്. അന്നു മുതൽ തന്നെ ഈ പാർട്ടിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയായിരുന്നു RMP. അതിനാൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂരിലും കൂടാതെ ആലപ്പുഴയിലും മുതിർന്ന നേതാക്കൾ CPM-ലെ മുതിർന്ന നേതാക്കൾ പാർട്ടി വിടുന്നൊരു സാഹചര്യം, കുഞ്ഞികൃഷ്ണനായിക്കോട്ടെ അല്ലെങ്കിൽ TJ ഗോവിന്ദനായിക്കോട്ടെ G സുധാകരനായിക്കോട്ടെ, ഇവരെല്ലാം പാർട്ടി വിടുന്നത് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാണ്. പിണറായിലേക്ക് പാർട്ടി ഒതുങ്ങുന്നു എന്നീ കാര്യങ്ങളാണ് ഇപ്പോൾ കെ രമ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതെങ്കിലും അഭിപ്രായം പറയുന്നവരെ ഒന്നെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറന്തള്ളുകയോ അല്ലെങ്കിൽ കൊലപ്പെടുത്തുകയോ ചെയ്യുകയാണ് ഈ പാർട്ടിയുടെ നയം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുകൂടി കെ രമ പറയുന്നു. ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ചയാവുന്ന വിഷയം ഇത് തന്നെയാണ്. നമുക്കറിയാം ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് മുതിർന്ന നേതാക്കൾ കൊഴിഞ്ഞുപോയ ഒരു കാഴ്ചയുണ്ടായി. അത് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന മെയ് 4 തീയതിയാണ് TP ചന്ദ്രശേഖരൻ്റെ രക്തസാക്ഷി ദിനവും. അന്ന് ഇതിനുള്ള മറുപടി ഉണ്ടാവും. UDF ഭരണത്തിൽ വരും, ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ തന്നെ UDF ഭരണത്തിൽ വരും. ഇത് ബംഗാളിലെ പോലെ CPM-ന് ഏൽക്കുന്ന കനത്ത തിരിച്ചടിയാവും. ബംഗാളിലെ പോലെ കേരളത്തിലും പാർട്ടി നശിച്ചു പോകും, അല്ലെങ്കിൽ പാർട്ടി ഉണ്ടാകില്ല എന്നീ കാര്യങ്ങൾ കൂടി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു.